പള്ളിയുടെ പേജിൽ കയറിയിട്ട് ലൈവ് അങ്ങനെ നിന്റെ അക്കൗണ്ടിൽ ലൈവ് വന്നു. സെന്റ് ഫ്രാൻസിസ് ഹലോ. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, തെള്ളിയൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ മലങ്കര കത്തോലിക്ക പള്ളി കൂദാശയോടനുബന്ധിച്ചിട്ടുള്ള എക്യൂമെനിക്കൽ കൺവെൻഷൻ ഇന്നിവിടെ ആരംഭിക്കുക. ഈ കൺവെൻഷനിൽ പങ്കുചേർന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഈ ദേശനിവാസികളെ ആത്മാർത്ഥമായി പള്ളിയുടെ അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാന ശുശ്രൂഷയ്ക്ക് മുമ്പായി പ്രാരംഭ പ്രാർത്ഥനയോടെ കൺവെൻഷൻ ആരംഭിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി ഫാദർ എബ്രഹാം പുത്തൻമഠത്തിലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അനന്തമായി ഞങ്ങളെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന, കരുണ കാണിക്കുന്ന സ്നേഹനിധിയായ കർത്താവെ, ത്രിസന്ധ്യയ്ക്കായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. എൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഓടിവഴികൾക്ക് പ്രകാശമാകും. ഈ തിരുസന്ധ്യയെ സമർപ്പിക്കുന്നു കർത്താവെ. ഈ വചന സന്ധ്യയെ തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഉദ്ഘാടന സന്ദേശം നൽകുന്ന അഭിയന്ത ജോഷ പിതാവിനെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ സന്ദേശം ഞങ്ങൾക്ക് പാദങ്ങൾക്ക് വിളക്കും ഓടിവട്ടിൽ പ്രകാശവുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഖ്യപ്രഭാഷണം നടത്തുന്ന മഞ്ഞളി അച്ഛനെയും കർത്താവെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അച്ഛൻ്റെ സന്ദേശം വഴിയായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലാകമാനം ഒരു മാറ്റം വരുവാൻ ഇടയാക്കണമേ. ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ച് അങ്ങയിലേക്ക് കൂടുതൽ ഒരു പടി കൂടി അടുക്കുവാനായിട്ട് ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ശമാശന്മാരെയും വന്ധ്യർക്ക് എല്ലാ ഇടവക്കാരെയും ഞങ്ങളുടെ നാടിനെയും എല്ലാ ഈ വചനപ്രഘോഷണം വഴിയായിട്ട് അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എളിയ പ്രാർത്ഥനകൾക്ക് മാറാകണമേ. എല്ലാവർക്കും ഇരിക്കാം. ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു. ആദിമസഭയിൽ ശിഷ്യന്മാരുടെ മേൽ തീനാവുകളായി പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞതുപോലെ ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവെ വന്ന് നിറയണമേ എന്ന് നമ്മൾക്ക് പാടാം. അല്ലയോ പരിശുദ്ധാത്മാവെ, നീ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഞങ്ങൾക്ക് ബോധം തരണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ശിഷ്യന്മാരുടെ മധ്യേ ഇടിനാദം പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവർ ശക്തി ധരിച്ച് ലോകത്തിൽ എല്ലായിടത്തും
യേശുവിൻ്റെ സാക്ഷികളായി പോയതുപോലെ നിന്റെ സാക്ഷികളാകുവാൻ ദൈവമേ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമ്മൾക്ക് ചേർന്ന് പാടാം. ആദ്യഗാനം ആരംഭിക്കുന്നു. പാഠപുസ്തകത്തിൽ 17-ാം നമ്പർ പാട്ട്, അനുഗ്രഹമാരിയായി അണയുക സഭമേൽ ആശ്വാസപ്രദനെ എന്നാരംഭിക്കുന്നു.
സത്യമതിരുവചനം ശ്രവിച്ചു വാഗ്ദാനം ഘോഷുമാത്മാവേ നിറയുക നിൻ സഭവേ വാഗ്ദാനം ഘോഷുമാത്മാവേ നിറയുക നിൻ സഭവേ അനുഗ്രഹമാറിയ യണയുക സഭവേ ആശ്വാസപ്രദമേ നിറയുക നിൻ ജനമൊന്നായി നിന്നിൽ ആനന്ദിച്ചിടുക അനുഗ്രഹമാറിയ യണയുക സഭവേ ആശ്വാസപ്രദമേ നിറയുക നിൻ ജനമൊന്നായി നിന്നിൽ ആനന്ദിച്ചിടുക ദിവ്യദാനങ്ങളാൽ നിറയ്ക്കാം തിരുസ്നേഹത്താൽ അനുഗ്രഹിക്കാം ദിവ്യദാനങ്ങളാൽ നിറയ്ക്കാം തിരുസ്നേഹത്താൽ അനുഗ്രഹിക്കാം പാപനീതി ന്യായവിധി യോഗങ്ങളെ നിത്യജീവപാതയിൽ നടത്തിടുക പാപനീതി ന്യായവിധി യോഗങ്ങളെ നിത്യജീവപാതയിൽ നടത്തിടുക. യേശു കർത്താവ് നമ്മെ ഓരോരുത്തരെയും അരികിലേക്ക് വിളിക്കുകയാണ്. ഉള്ളം തകർന്ന് മനപ്രയാസത്തോടെ ആയിരിക്കുന്നവരെ കടന്നു വന്ന് സമാധാനം നേടുവാൻ യേശു നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. മനോഭാരത്താൽ കണ്ണുനീരോടെ ഇരിക്കുന്നവരെ യേശു നിങ്ങളെ വിളിക്കുന്നു. അവൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം, ഞാൻ നിങ്ങൾക്ക് ആശ്രയം നൽകാം, നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമായി മാറ്റാം. യേശു നമ്മെ ഓരോരുത്തരെയും അരികിലേക്ക് വിളിക്കുകയാണ്. അടുത്ത ഗാനം ആരംഭിക്കുന്നു. യേശു വിളിക്കുന്നു, ഇന്നും വിളിക്കുന്നു. ബുക്കിലെ 3 നമ്പർ ഗാനം.
നീവരെ വാ ആശ്രയം തന്നരുളാം ഞാൻ ആമോദമേകിടാം ഞാൻ ആശ്രയം തന്നരുളാം ഞാൻ ആമോദമേകിടാം ഞാൻ യേശു വിളിക്കുന്നു എന്നും യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു എന്നും യേശു വിളിക്കുന്നു അൻവേണുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു അൻവേണുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു യേശു വിളിക്കുന്നു കണ്ണീരണിഞ്ഞവരേ വാ മണ്ണിന്റെ മക്കളേ വാ കണ്ണീരണിഞ്ഞവരേ വാ മണ്ണിന്റെ മക്കളേ വാ കന്മഷമാകവേ നീക്കി കണ്ണുനീരൊപ്പിടാം ഞാൻ കന്മഷമാകവേ നീക്കി കണ്ണുനീരൊപ്പിടാം ഞാൻ യേശു വിളിക്കുന്നു ഇന്നും യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു ഇന്നും യേശു വിളിക്കുന്നു അൻവേണുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു അൻവേണുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു യേശു വിളിക്കുന്നു ഉറ്റവരും ഉടയവരും തള്ളിക്കളഞ്ഞപ്പോഴും അവർ കുറ്റം മാത്രം പറഞ്ഞ് നടന്നപ്പോഴും എൻ്റെ യേശുവേ എന്നെ ഉയർത്തിയത് നീ മാത്രമാണല്ലോ എൻ്റെ കാലുകൾ വഴുതിപ്പോയപ്പോഴും ഞാൻ ഒരിക്കലും ഉയരുകയില്ല എന്ന് പലരും ചിന്തിച്ചപ്പോഴും എൻ്റെ യേശുവേ നീയാണല്ലോ എന്നെ താങ്ങിയത്. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ ആരാധിക്കുന്നു, പാട്ടോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അടുത്ത ഗാനം ആരംഭിക്കുന്നു. പാട്ടുപുസ്തകത്തിൽ 18-ാം നമ്പർ പാട്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ ഏറെ കാരണമുണ്ട്. പാടാൻ
വേദപുസ്തക വായനയ്ക്കായി കൃപ മേരി ജോസിനെ ക്ഷണിക്കുന്നു. വേദപുസ്തക വായനയ്ക്കായി കൃപ മേരി ജോസിനെ ക്ഷണിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17 അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം അങ്ങേ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടുന്നാണ് അയച്ചതിന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവർ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിന് ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും ഇത് അറിയിക്കും. യഹോവേ സ്തുതിപ്പീൻ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാരിക്കുമോ. ഈ എക്യൂമെനിക്കൽ കൺവെൻഷന് സ്വാഗതം ആശംസിക്കുന്നത് തെളിയൂർ മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളി വികാരി റവറൻ ഫാദർ ഫിലിപ്പ് എൻ ചെറിയാൻ അച്ഛനാണ്. ഇപ്പോൾ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ബഹുമാന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദീമോസ് തിരുമേനി ഈ സന്ധ്യ ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം നമുക്കായി പകർന്നു നൽകുവാൻ നമ്മോടൊപ്പമായിരിക്കുന്ന വന്യനായ ജേക്കബ് മഞ്ഞളിയച്ചൻ, ശ്രേഷ്ഠരായ വൈദിക സഹോദരങ്ങളെ, അടുത്തും അകലെയുമായി ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ക്രിസ്തുനാമത്തിൽ വിനീത പ്രണാമം. ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. മനോഹരമായ ഒരു ദൈവാലയം പണിതു തീർത്ത് ദൈവസാന്നിധ്യ ബോധത്തോടുകൂടി ദൈവിക ആരാധനയ്ക്കായി, ദൈവമക്കൾക്കായി അവിടുന്ന് ദൈവഹിതമാകുന്ന പക്ഷം വിശുദ്ധീകരിക്കപ്പെട്ട ഏറെ സന്തോഷത്തോടുകൂടി പ്രതിഷ്ഠിക്കുന്ന അനുഗ്രഹകരമായ ദൈവാലയത്തിൻ്റെ വിശുദ്ധ കൂദാശ കർമ്മത്തിലേക്ക് ഏറെ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല നാളുകളാണല്ലോ നമ്മുടെ മുൻപിലുള്ളത്. ഒരു ദൈവാലയം നിർമ്മിക്കുക, ദൈവിക ആരാധനയ്ക്കായി അത് ദൈവജനത്തിനായി തുറന്നു ലഭിക്കുക, ദൈവ സാന്നിധ്യത്തിൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം നമ്മെ തന്നെ വിശുദ്ധിയോടുകൂടി ആരാധനയിൽ പങ്കുകൊള്ളുക എന്നൊക്കെയുള്ളത് എല്ലാ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രേഷ്ഠകരവും ആത്മീയ തലത്തിൽ ഏറെ അനുഗ്രഹങ്ങൾക്ക് നിദാനവുമാകുന്ന ഒന്നാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം നമ്മുടെ ജീവിതങ്ങളെ കരുപിടിപ്പിക്കുവാൻ, ദൈവ സാന്നിധ്യ ബോധത്തോടുകൂടി ദൈവസന്നിധിയിൽ അടുത്തു വന്ന് ആരാധിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് നമുക്ക് മഹത്വം കരയറ്റാം. പ്രിയപ്പെട്ട തേക്കടയിലച്ഛനെയും ഇടവ ജനങ്ങളെയും എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ ദൈവാലയത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിപ്പാൻ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ച് എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഈ ഇടവ ജനങ്ങൾ എല്ലാവരും എല്ലാ സമയത്തും എവിടെ വെച്ച് കണ്ടാലും ആ പ്രാർത്ഥന ആവശ്യമാണ് അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. അത്രമാത്രം അവരുടെ മനസ്സിൽ ആഴമായി ഈ ആഗ്രഹം നിറഞ്ഞിരുന്നു. ഈ ദേശത്തിന് അനുഗ്രഹകരമായി ദൈവാലയമായിത്തീരണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്.
ചിലപ്പോൾ ഫോണിൽ വിളിച്ചാലും അച്ഛൻ്റെ ഏറ്റവും ആദ്യത്തെ ആവശ്യം അച്ഛാ പ്രാർത്ഥനയിൽ ഓർത്തുകൊള്ളണമേ എന്നുള്ളതാണ്. അച്ഛൻ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രാതികൂല്യങ്ങളുമൊക്കെ അതിജീവിച്ചാണ് ഈ വലിയ സംരംഭത്തിന് മുതിർന്നത്. ഇത് പൂർത്തീകരിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നുണ്ട്. അച്ഛൻ്റെ അധ്വാനങ്ങളെ, ഇടവകയുടെ അധ്വാനത്തെ ദൈവം മാനിക്കുന്നു. ദൈവസന്നിധിയിൽ അനുഗ്രഹകരമായി ഈ കൂദാശ നിർവഹിപ്പാൻ ഈ സന്ധ്യയിൽ നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. ഈ സന്ധ്യ ഏറെ ധന്യമായി തീരുന്നത് ഈ ദേശത്തിൻ്റെ തന്നെ ഒരു വലിയ കൂടിവരവായി ഇത് മാറ്റപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ ദേശത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഒരു റിലീജിയസ് ഹാർമണി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. മതസൗഹാർദ്ദം അതിൻ്റെ വേദിയായി തീർന്ന ഒരിടമാണ് എന്നുള്ളത്. അതിലുപരിയായി ക്രൈസ്തവ സമൂഹം തമ്മിലും ഒരു വളരെ സന്തോഷപ്രദമായ ഒരു കൂട്ടായ്മയുടെ അനുഭവം പരസ്പരമുണ്ട് എന്നുള്ളത് ഓർക്കുന്നു. പലപ്പോഴും വൈദിക സഹോദരങ്ങളായ ഞങ്ങൾക്കൊക്കെ അനുവദിക്കപ്പെട്ട കാലങ്ങൾ കഴിഞ്ഞ് ഇവിടെ നിന്ന് ട്രാൻസ്ഫറായി പോകേണ്ടി വരും. എന്നാൽ ഞാൻ എൻ്റെ കൊച്ചു ദേവാലയത്തിൽ വന്ന സമയം മുതൽ കേൾക്കുന്ന ഒരു കാര്യം, ഈ ദേശത്ത് ഞങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല കൂട്ടായ്മയുടെ അനുഭവം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഒരു ക്രിസ്തുമസ് കരോൾ നടത്തുമ്പോൾ പോലും ഞാൻ എല്ലാ സമയത്തും അവരോട് ഒരുമിച്ചില്ലെങ്കിൽ പോലും ചില സമയത്തൊക്കെ എനിക്ക് ചില മാധ്യമങ്ങളിലൂടെ ചില ഫോട്ടോസൊക്കെ കിട്ടും. ഞാൻ നോക്കും, അതിൽ നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ അതിൽ പങ്കുകാരാണ്. ഈ ഇടവകയിലുള്ള എല്ലാ ആളുകളും അതിലൊരുമിച്ച് ഭവനങ്ങൾ സന്ദർശിക്കുവാനും സന്തോഷം പങ്കുവെക്കുവാനും അത് പെരുന്നാൾ ആഘോഷങ്ങളിൽ എല്ലാ പെരുന്നാളുകളിലും അത് നെഴിച്ചു നിൽക്കുന്നത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്ധ്യയിൽ നമുക്ക് അനുഗ്രഹ സാന്നിധ്യമായി നമ്മോടൊപ്പമായിരുന്ന് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ അധിപനായി ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന അഭിവന്യ ഡോക്ടർ ജോഷുവാമോ നിക്കോദിമോസ് മെത്രാപ്പൊലീത്ത തിരുമനസ് കൊണ്ടാണ്. തിരുമനസ് ഈ ഭദ്രാസനം ആരംഭിക്കുന്ന, നിലയ്ക്കൽ ഭദ്രാസനം ആരംഭിക്കുന്ന, നിരണം ഭദ്രാസനം അവസാനിക്കുന്ന ഒരു ബൗണ്ടറി കൂടിയാണ് ഇത്. ഭദ്രാസനത്തിൻ്റെ തന്നെ ഭാഗമാണ് എന്നുള്ളതിൽ ഏറെ സന്തോഷവും ഏറെ ചാരിതാർത്ഥ്യവുമുണ്ട്. തിരുമനസിൻ്റെ ശുശ്രൂഷകളിൽ ഇപ്രകാരമുള്ള കൂടിവരവുകളിൽ തിരുമനസ് ഏറെ സന്തോഷത്തോടുകൂടി പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. കടന്നു വന്നിട്ട് ആദ്യം തിരുമനസ് അച്ഛന്മാരോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞത് ഈ എക്യുമെനിക്കൽ കൺവെൻഷൻ തുടർന്നു പോകണം ഈസ്റ്ററിന് ശേഷമുള്ള ദിവസങ്ങളിൽ, ഇനി വരും കാലങ്ങളിലും എന്നാണ്. ഇത്ര കണ്ട് ഈ വലിയ കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ കൂടിവരവിനെ അതീവ താല്പര്യത്തോടുകൂടി കാണുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുവാൻ തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പമായിരുന്ന് കടന്നു വന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്ന അഭിവന്യ തിരുമനസിനെ നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ഏറെ സന്തോഷത്തോടുകൂടി സ്വാഗതം അരുളുന്നു. ഈ സന്ധ്യ ദൈവവചന ശുശ്രൂഷയാൽ ഈ എക്യുമെനിക്കൽ കൺവെൻഷൻ്റെ പ്രഥമ സന്ധ്യ അനുഗ്രഹകരമാക്കി തീർക്കുന്നത് ഏറ്റവും ആദരണീയനായ ജേക്കബ് മഞ്ഞാളി അച്ഛനാണ്. എനിക്ക് തോന്നുന്നു അച്ഛനെ ഈ വേദിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ക്രൈസ്തവ സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അച്ഛനിൽ നിന്ന് കേൾക്കുകയും അച്ഛനിൽ നിന്ന് കേൾക്കുവാൻ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു സമൂഹമാണ് എൻ്റെ മുൻപിൽ ഇരിക്കുന്നത്. ഏറെ ഹൃദ്യമായി ദൈവവചനത്തിൻ്റെ ആഴമുള്ള മർമ്മങ്ങളെ ദൈവജനത്തിന് മുൻപിൽ അവതരിപ്പിക്കുവാൻ, അത് ക്രൈസ്തവ ഇതരുടെ ഇടയിൽ പോലും ഏറെ പ്രശംസ പിടിച്ചു പറ്റുവാനും അത് സ്വീകരിക്കുവാനും അനേകം ആളുകൾക്ക് ഇടയാകുന്നുണ്ട്, കേൾക്കുവാൻ മനസ്സുവെക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മ നിറവിൽ കാലത്തിന് ഒത്തവണ്ണം ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത മർമ്മങ്ങളെ വിവേചനം അവിടുന്ന് ഏറെ ഹൃദ്യമായി വിശദമാക്കുവാനും പരിശുദ്ധാത്മ നിറവിൽ ആ ശുശ്രൂഷ നിർപടിയായി നിർവഹിപ്പാനും ദൈവം കൊടുത്തിരിക്കുന്ന ആത്മീയ നൽവരങ്ങളെ ഏറെ ശ്രദ്ധയോടുകൂടി വിനിയോഗിക്കുന്ന ഒന്നിനായ അച്ഛൻ, നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഈ സന്ധ്യയിലെ ശുശ്രൂഷയ്ക്കായി ഒന്നിനായ ജേക്കബ് മഞ്ഞാളി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു.
കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും, ധാരാളം വൈദികരുണ്ട്, എല്ലാവരെയും പേരെടുത്ത് ദൈവസന്നിധിയിൽ ഓർക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രുതിമധുരമായ ഗാനങ്ങൾ പ്രിയപ്പെട്ട റേച്ചാൻ്റെയും നേതൃത്വത്തിൽ ഏറെ ഹൃദ്യമായി ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നിർവഹിക്കപ്പെട്ടു. ഏറെ സുന്ദരമായ ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘ അംഗങ്ങൾ, അതോടൊപ്പം അടുത്തും അകലെയുമായിരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. നമ്മുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട തേക്കടയിൽ അച്ഛൻ ഇപ്പോൾ നമ്മൾക്ക് വേണ്ടി ഒരു അനൗൺസ്മെൻറ്റ് നൽകുന്നു. എൻ്റെ പിതാവ് മഞ്ഞളിയച്ച, അനീഷച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സഹോദരി സഹോദരന്മാർ, നീണ്ട അനൗൺസ്മെൻ്റ് ഒന്നുമല്ല. ആദ്യം ഒരു കാര്യം പറഞ്ഞു, പിതാവിൻ്റെയും മഞ്ഞളിയച്ചൻ്റെ മുഖമൊന്നും ഞങ്ങൾക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇടയ്ക്കൊന്ന് മുഖാവരണം ഒന്ന് മാറ്റി തരണമെന്ന് അഭ്യർത്ഥിക്കുക. മഞ്ഞളിയച്ചനെ ഞങ്ങൾ ഒരുമിച്ച് 7 വർഷം സെമിനാരിയിൽ പഠിച്ച ആളുകളാണ്. ആ ഒരു സ്നേഹത്തെ പ്രതിയാണ് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. പിന്നെ പിതാവിനെ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ അനൗൺസ്മെൻ്റ് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, കോവിഡ് കാലമാണ്. കോവിഡ് കാലത്തിൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കണമെന്നുള്ളത് നമുക്കറിയാം, അത് ഗവൺമെൻറ്റിൻ്റെ നിബന്ധനയാണ്. അതുകൊണ്ട് അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. കഴിയുന്നിടത്തോളം എല്ലാ ആളുകളും അത് കയ്യിൽ പുരട്ടാൻ, കുട്ടികൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അത് കയ്യിലൊക്കെ പുരട്ടാൻ ശ്രദ്ധിക്കുക. മുഖാവരണം വെക്കുന്ന കാര്യം നമ്മുടെ മഞ്ഞളേശനെ ഇന്നലെ പറയുകയുണ്ടായി. എല്ലാവരും മുഖാവരണം വെച്ച് വരുമ്പോൾ ആളുകൾ ചിരിക്കുകയാണോ കരയുകയാണോ എന്നൊന്നും അറിയത്തില്ല അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കുക. മുഖാവരണം കുറച്ച് സമയമെങ്കിലുമൊക്കെ വെക്കണം. പിന്നെ മുഴുവൻ സമയം വെച്ചാൽ നമുക്കറിയാം ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ വരുന്ന ആളുകളുടെ പേര് രജിസ്റ്ററിൽ അവിടെ നിന്ന് എഴുതാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു നല്ല സന്ധ്യ എല്ലാവർക്കും ആശംസിക്കുന്നു. വിളക്ക് തെളിയിച്ച് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനും ഉദ്ഘാടന സന്ദേശം നൽകുന്നതിനും ഓർത്തഡോക്സ് സഭയുടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷോ മാർ നിക്കോദിമോസ് തിരുമേനിയെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജോസാറും ഇടവകയിലെ ട്രസ്റ്റി ജോയിച്ചാൻ സന്നിധിയിലായിരിക്കുന്ന എല്ലാ വന്യ വൈദികരുടെയും വിശ്വാസ സമൂഹത്തിൻ്റെ എല്ലാം അനുവാദത്തോടുകൂടി തെള്ളിയൂർ എക്യുമെനിക്കൽ കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം തിരിതെളിച്ചുകൊണ്ട് നിർവഹിക്കുന്നു.
ഉദ്ഘാടന സന്ദേശം നൽകുന്നതിന് അഭിവന്യ തിരുമേനിയെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. തെള്ളിയൂർ എക്യുമെനിക്കൽ കൺവെൻഷൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ അനുഗ്രഹീത സന്ധിയിൽ വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരുടെയും വിശ്വാസി സമൂഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യമേ അറിയിച്ചുകൊള്ളട്ടെ. ഈ അധ്യക്ഷവേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്ദ്യരായ വൈദിക ശ്രേഷ്ഠർ ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം നൽകുകയും ആരുടെ മുഖ്യ സന്ദേശം കേൾക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുവോ ആ വന്ദ്യനായ പ്രിയപ്പെട്ട ജേക്കബ് മഞ്ഞളിയച്ചൻ, നമ്മുടെ ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഫിലിപ്പൻ ചെറിയാനച്ചൻ, ഇടവകയുടെ വികാരി പ്രിയപ്പെട്ട ജോർജ് തേക്കടയിൽ അച്ഛൻ, ഈ സമ്മേളനത്തിൻ്റെ കൺവെൻഷൻ നഗറിൻ്റെ മുൻനിരയിലും പിൻനിരയിലുമായിട്ട് ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഇടതും വലതുമായി ഉപവിഷ്ടരായിരിക്കുന്ന വിശ്വാസി സമൂഹമേ, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചും അല്ലാതെയും ഇരുപുറപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഗായക സംഘ അംഗങ്ങളെ, എല്ലാവർക്കും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ആദ്യമേ അറിയിക്കുന്നു. ഈ തെള്ളിയൂർ പ്രദേശത്തു കൂടി ധാരാളം യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അടുത്ത സമയത്തായിട്ട് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മനോഹരമായിട്ട് അത് പൂർത്തീകരിക്കപ്പെട്ട് വരുന്നത് കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോഴെങ്കിലും ഞാൻ മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ട്, ഇവിടുന്ന് കയറാൻ ഒരവസരം ലഭിച്ചിരുന്നെങ്കിലെന്ന്. അങ്ങനെ ഞാൻ അറിയാതെ മനസ്സിലാഗ്രഹിച്ച ആഗ്രഹം അത് സ്വർഗത്തിലെത്തിയതിൻ്റെ ഭാഗമായിരിക്കണം ഒരു ചരിത്ര നിയോഗം എന്ന നിലയിൽ ഈ കൺവെൻഷൻ്റെ ഉദ്ഘാടകനായിട്ട് എന്നെ ക്ഷണിക്കാൻ ഇടയായത്. പ്രിയപ്പെട്ട സച്ചു അച്ഛനെന്ന് എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന കുര്യാക്കോസ് അച്ഛൻ, ഇടവക വികാരിക്ക് വേണ്ടി എന്നെ ആദ്യം തന്നെ ക്ഷണം അറിയിച്ചു. അപ്പോൾ ഈ പ്രദേശത്താണെന്നും ഈ ദേവാലയമാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒഴിഞ്ഞു മാറാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വരാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹം കൂടി ഇന്ന് സാധ്യമായി തീർന്നു. എക്യുമെനിക്കൽ കൺവെൻഷൻ എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച കൺവെൻഷൻ അനേക വർഷം നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഈ വർഷം പുതാശയോട് ചേർന്ന് ഇത് നടത്തുകയാണ്, അതിൻ്റെ ക്രമീകരണം അങ്ങനെയാണെന്ന് ഞാൻ കരുതിയിരുന്നു. പിന്നീട് അത് മനസ്സിലായത് ഇതങ്ങനെയല്ല, കൺവെൻഷൻ എക്യുമെനിക്കൽ കൺവെൻഷൻ ആദ്യമായിട്ടാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ വൈദികരോട് ചോദിച്ചത്, ഇത് ഈ വർഷം കൊണ്ട് നാട്ടിൽ ഭാഷയെ പറയാം, തൊട്ടിടയിലും കടലാട്ടും എന്നൊരു പറച്ചിലുണ്ട് അല്ലേ, അങ്ങനെ ഒരു പഴയ പറച്ചിലുണ്ട്. അപ്പം അതങ്ങനെ ആയിത്തീരാതെ എൻ്റെ മനസ്സിലെ ആഗ്രഹം ഈ പ്രദേശത്ത് മലങ്കര ഓർത്തഡോക്സ് ധ്യാന സഭയുടെയും മലങ്കര മാർത്തോമ സഭയുടെയും മലങ്കര കത്തോലിക്ക സഭയുടെയും 3 ദേവാലയങ്ങളും അതിലെ വിശ്വാസികളും ഏറ്റവും സ്നേഹത്തോടും പരസ്പര കരുതലോടും കൂടി കഴിയുന്ന ഒരു പ്രദേശമാണിത്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഉണ്ടാകണം തീർച്ചയായിട്ടും. 10-50 അതിലേറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന പിതാക്കന്മാർ അവരൊക്കെ അനുഭവിച്ചിരുന്ന അനുഷ്ഠിച്ചിരുന്ന
ആ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ പിൻതലമുറക്കാരാണ് ഇന്നുള്ളവർ. അതുകൊണ്ട് ഇന്നും അവരത് അനുഷ്ഠിക്കുമ്പോൾ 2021 ഇതൊരു 1-ാം വർഷം. കണക്കുകൾ കൂട്ടാനും എളുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ തെള്ളിയൂർ എക്യുമെനിക്കൽ കൺവെൻഷൻ TEC തെള്ളിയൂർ എക്യുമെനിക്കൽ കൺവെൻഷൻ, ഇത് ഈ ദേവാലയത്തിൻ്റെ പുതുക്കി പണിതതിൻ്റെ സ്മാരകമായിട്ടോ അല്ല എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് വരും വർഷങ്ങളിൽ തുടരണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം കൂടി ഞാൻ ആമുഖമായിട്ട് അറിയിക്കുകയാണ്. കാരണം അത്ര വലിയ ഒരു കൂട്ടായ്മ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സ്നേഹ സാഹോദര്യവും കരുതലും ധാരാളമായിട്ട് ഇവിടെയുള്ള ഇടവകകളും ഇടവകയിലെ കുടുംബങ്ങളും അനുഭവിക്കുന്നുണ്ട്. ആ നിലയിൽ ആ കൂട്ടായ്മ തുടരുന്നതിന് തീർച്ചയായിട്ടും ഈ കൺവെൻഷൻ കൂടുതൽ സഹായകരമാകും. ക്രിസ്മസ് ആഘോഷങ്ങളും ഇടവകയുടെ പെരുന്നാൾ ആഘോഷങ്ങളും ഒക്കെ ഒരു ദേശത്തിൻ്റെ മുഴുവനും നന്മയുടെയും വിശുദ്ധിയുടെയും ദിനങ്ങളാണ്. അത് അപ്രകാരമായി തീരുന്നതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു മോഷ്ടാവൊന്നുമല്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടുമില്ല. ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 6:45 മണി മുതലുള്ള സമയം മഞ്ഞളി അച്ഛൻ്റെ വചനപ്രഘോഷണത്തിൻ്റെ സമയമാണ് കരുതിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഞാൻ കൂടുതൽ പ്രസംഗിച്ചാൽ അച്ഛൻ്റെ സമയം ഞാൻ കവർന്നെടുക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ അച്ഛനെ ക്ഷണിച്ച് വരുത്തിയതും അച്ഛൻ വന്നതും നിങ്ങൾ വന്നതും അച്ഛൻ്റെ വചന ശുശ്രൂഷ കേൾക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഉദ്ഘാടനം എന്നൊക്കെ പറയുന്ന ഒരു ഔപചാരിക ചടങ്ങെന്നേ ഉള്ളൂ. ഞാനൊരു യാഥാർത്ഥ്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് ഞാനിവിടെ വന്നത് കൊണ്ട് ഈ നോട്ടീസിൽ പേര് കണ്ടെങ്കിൽ എനിക്ക് അത്രയും ബോധ്യമില്ലായിരുന്നു. ഞാൻ ഇതുവരെയും കണ്ണാടിയിൽ കടമൊഴിയായി കണ്ടതിനെ ഇന്ന് നേരിട്ട് കാണാൻ സാധിച്ചു എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. മഞ്ഞളി അച്ഛനെ ഈ യൂട്യൂബിലൂടെ ധാരാളം മഞ്ഞളി അച്ഛൻ്റെ ഫോട്ടോയും വചന ശുശ്രൂഷയും കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആ രൂപം മൊത്തമായിട്ടൊന്ന് കാണുന്നതിനുള്ളൊരവസരം ആദ്യമായിട്ടാണ് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഞാനത് ഓർത്തിരിക്കും. മഞ്ഞളി അച്ഛനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എവിടെ വെച്ചാണ് ചോദിച്ചാൽ തെള്ളിയൂർ എക്യുമെനിക്കൽ കൺവെൻഷൻ്റെ ആദ്യ യോഗത്തിൽ വെച്ചാണെന്നുള്ളത് ഞാൻ ഓർത്തിരിക്കും. അങ്ങനെ നമുക്ക് ധാരാളം കാര്യങ്ങൾ ഓർമ്മിക്കാൻ ഇടയാകട്ടെ. നമ്മുടെ ഈ കൺവെൻഷനുള്ള വരവിലൂടെ മഞ്ഞളച്ചന് മുമ്പ് കണ്ടിട്ടുള്ളവരുണ്ടാകാം, കേട്ടിട്ടുള്ളവരുണ്ടാകാം. ഞാൻ പറഞ്ഞില്ല, യൂട്യൂബിലൂടെ കണ്ടെങ്കിലും ആദ്യമായിട്ട് നേരിട്ട് കാണാനും സാധിച്ചു. ഈ ദിവസങ്ങളെന്ന് പറയുന്നത് ഉയർപ്പ് പെരുന്നാളിൻ്റെ ശേഷമുള്ള ദിവസങ്ങളാണ്. നാം എല്ലാവരും വായിക്കുന്ന വേദപുസ്തകം ഒന്ന് തന്നെയാണല്ലോ. ഈ വേദപുസ്തകത്തിൽ, സത്യവേദപുസ്തകത്തിൽ ഉയർപ്പിൻ്റെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെയും കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെയും കുരിശിൽ തറപ്പിൻ്റെയും കബറടക്കത്തിൻ്റെയും 3-ാം ദിവസമുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും 40-ാം ദിവസമുള്ള സ്വർഗ്ഗാരോഹണത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം നമുക്ക് ദുഃഖത്തിൻ്റെ ദിവസമായിരുന്നു, ആനന്ദത്തിൻ്റെ ദിവസമായിരുന്നു. വേദപുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് വെള്ളിയാഴ്ച ദിവസം ദുഃഖത്തിൻ്റെ ദിവസമായിരുന്നു. ഇടയൻ അടിയേറ്റ് ആടുകൾ ചിതറിപ്പോയ ദിവസമായിരുന്നുവെങ്കിൽ ഞായറാഴ്ച ദിവസം കൂടിവരവിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഘോഷത്തിൻ്റെ ദിവസമായിരുന്നു. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷം അനുഭവിച്ച ഞാനും നിങ്ങളും. ഉയർപ്പ് ഒരു പുതുജീവനാണ്. ഇവിടെ ഒരു ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത് ഒരു പുതുജീവനാണ്. പ്രകൃതിയിലേക്ക് നോക്കിയാൽ നാം കാണുന്നത് പുതിയ ഇലകളും തളിരുകളും പുതിയ പൂക്കളും കൊണ്ട് പ്രകൃതി മുഴുവനും മനോഹരമായിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ പ്രകൃതിയുടെ മനോഹാരിത, മനസ്സിൻ്റെ മനോഹാരിത, മനസ്സിൽ ലഭിക്കുന്ന നന്മയുടെ മനോഹാരിത,
ഉയർത്തെഴുന്നേറ്റ കർത്താവ് പുതുജീവൻ എന്നിലും നിങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഇവിടെ ഒരു പുതിയ ദേവാലയം പടുത്തുയർത്തുന്നതിന് 4-5 വർഷങ്ങളിലെ അധ്വാനങ്ങളിലൂടെ, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികൾ തരണം ചെയ്ത് ഈ വിശ്വാസ സമൂഹത്തിന് സാധിച്ചുവെങ്കിൽ അതെല്ലാം പുതുജീവൻ്റെ ലക്ഷണങ്ങളാണ്. ഈ പുതുജീവനിലൂടെ പുതിയ ചൈതന്യം അനുഭവിക്കുന്നതിന്, പുതിയ ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന്, നന്മയുടെ വിശുദ്ധിയുടെ അനുഭവം ഉണ്ടാകുന്നതിന് നമുക്ക് ഇടയാകട്ടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നോടും നിങ്ങളോടും കൂടെ എന്നാളും ഉണ്ടായിരുന്നു. ഈ സമൂഹത്തിന് മാറ്റം വരുത്തുന്നതിന്, കുടുംബങ്ങൾക്ക് മാറ്റം വരുത്തുന്നതിന്, വ്യക്തികൾക്ക് മാറ്റം വരുത്തുന്നതിന്, ഹൃദയങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്നതിന് ഇടയാകട്ടെ. വചന ശുശ്രൂഷയും വചന ശ്രവണവും അതിന് എന്നെ നിങ്ങളെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകുന്നതിന് എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് സംഘാടകരായ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ ഇടപെട വികാരിയായിരുന്നുകൊണ്ട് ഈ കാലഘട്ടമെല്ലാം ഇത്രയേറെ ത്യാഗം സഹിച്ച് ദേവാലയ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ജോർജ് തേക്കടയിലച്ചനെയും ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഈ ദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിനന്ദിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം കൂടി ആലപിക്കുന്നു. എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുവാൻ യേശുനാഥൻ മരക്കുരിശിൽ തൂങ്ങി, എനിക്ക് പാപമോചനം അവൻ തന്നു. തൻ്റെ അടിപ്പിണരുകളാൽ അവൻ എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു. എൻ്റെ പാപത്തിന് അവൻ്റെ ജീവൻ അവൻ മറുവിലയായി നൽകി എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. എനിക്ക് വേണ്ടി കാർവേർ ക്രൂശിൽ യേശുനാഥൻ യാഗമായി തീർന്നതുകൊണ്ട് എൻ്റെ പാപം മോചിക്കപ്പെട്ട് ഞാൻ ദൈവ പൈതലായി തീർന്നിരിക്കുന്നു. കാൽവറിയിൽ യേശുനാഥൻ യാഗമായി തീർന്നതിനാൽ എന്ന ഗാനം ഗായക സംഘം പാടുന്നു. യാഗമ
പിതാവായി തീർന്നതിനാ എൻ പിഴകൾ നീങ്ങി ഞാനും ദൈവത്തിൽ പൈതലായി. ഇന്ന് തിരുവചന പ്രഘോഷണത്തിനായി നമുക്ക് വേണ്ടി എത്തിയിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിഭദ്രാസനത്തിലെ സുപ്രസിദ്ധ വചന പ്രഘോഷകനായ റവറൻഡ് ഫാദർ ജേക്കബ് മഞ്ഞളി അച്ഛനാണ്. അച്ഛനെ വചന ശുശ്രൂഷയ്ക്കായി ആദരപൂർവ്വം ക്ഷണിക്കട്ടെ. സ്നേഹപിതാവായ നല്ല ദൈവമേ, നിൻ്റെ പരിശുദ്ധ നാമം എന്നും എല്ലായിടത്തും മഹത്വപ്പെടുമാറാവട്ടെ. പിതാവേ, അവിടുത്തെ തിരുപുത്രൻ്റെ പരിശുദ്ധ നാമത്തെ അടിയങ്ങളിലും ഈ സമൂഹത്തിലും ഈ നാട്ടിലും അങ്ങ് മഹത്വപ്പെടുത്തണമേ. നിൻ്റെ സ്നേഹത്തിൽ ഒന്നായിരിക്കാനും എന്നും നിന്നോട് ചേർന്നിരിപ്പാനും ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും ഞങ്ങളുടെ വഴികളിൽ പ്രകാശവും ആവട്ടെ. നിൻ്റെ വചനത്താൽ ഞങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. നിൻ്റെ വചനത്താൽ ഞങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ. നിൻ്റെ വചനത്താൽ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. എല്ലാ മഹത്വവും എന്നും എല്ലാ കാലത്തും ഞങ്ങളുടെ കർത്താവേ നിനക്ക് മാത്രമുള്ളതായിരിക്കട്ടെ. ആമേൻ. യേശു കർത്താവിലും അവിടുത്തെ വത്സല മാതാവിലും സ്നേഹബഹുമാനപ്പെട്ട തിരുമേനി, പ്രിയമുള്ള അച്ഛന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ജോർജച്ച, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഉയിർപ്പ് തിരുനാളിൻ്റെ സമൃദ്ധമായ സന്തോഷവും അനുഗ്രഹങ്ങളും ഏവർക്കും ആദ്യമേ ആശംസിക്കുകയാണ്. സാധാരണ കൺവെൻഷനുകൾക്ക് പോകുമ്പോൾ കൃത്യസമയത്താണ് ചൊല്ലുക പതിവ്. തേക്കടയിലച്ഛൻ വല്ലാണ്ട് നിർബന്ധിച്ചു, നീ ഇത്തിരി നേരത്തെ വരണം, ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കണം, കുറച്ച് നേരം കൊച്ചു വർത്തമാനം പറയണം, എന്നിട്ട് മതി പ്രസംഗമൊക്കെ. അത് കാരണം ഈ പാവം 4 മണിയായിപ്പോൾ വന്ന നിമിഷം മുതൽ വാതോരാതെ ഈ നാടിനെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും ഇവിടെ ദൈവം ചെയ്തു കൂട്ടുന്ന മഹാത്ഭുതങ്ങളെക്കുറിച്ചും അച്ഛൻ സംസാരിച്ച് അവസാനം ഇടിയും മഴയും പുകയും ഒക്കെയായി അതങ്ങനെ ഈ പരുവത്തിൽ നിൽക്കുകയാണ്. വല്ലാത്തൊരു സന്തോഷമാണ്. കൂട്ടുകാരൻ വെറുതെ കൂട്ടുകാരനല്ല, 1 വർഷം 2 വർഷമല്ല, 7 വർഷം ഉണ്ടും ഉറങ്ങിയും കളിച്ചും ചിരിച്ചും ഒക്കെ കൂടെ കൂടിയ ഒരു സതീർത്ഥ്യൻ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും അത്രമേൽ വിലപ്പെട്ടവനായി രൂപാന്തരപ്പെടുന്നത് കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്. ഞങ്ങളുടെ ജൂബിലി വർഷമാണ് പട്ടം കിട്ടിയിട്ട്. ഓരോ അച്ഛന്മാർ ഓരോരോ സ്മാരകങ്ങൾ തീർക്കുന്നതിൻ്റെ തിരക്കിലാണ്. എന്തായാലും ജോർജച്ചന് അഭിമാനിക്കാം, കർത്താവിൽ സന്തോഷിക്കാം. 25 വർഷം കൂടെ നടന്ന തമ്പുരാന് ഒരു നിത്യസ്മാരകമെന്നോണം ഒരു ബലിപീഠം തീർക്കാൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ബാച്ച് ഗാദറിങ് ഇന്ന് രാത്രി ആരംഭിക്കും. മംഗലപ്പുഴ സെമിനാരിയിൽ എല്ലാ പ്രകൃതികളും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വന്നു ചേർന്നിട്ടുണ്ട്. ഏതാണ്ട് 87 പേരോളമുണ്ട്. തേക്കടയിനെയും അന്നേനെയും ഉറപ്പായിട്ട് അന്വേഷിക്കും. നാളെ എന്തായാലും ഞാൻ ചെല്ലുമ്പോൾ നീ ആ ദുഷ്ടനെ എന്തുകൊണ്ട് വെടിവെച്ച് കൊന്നില്ല എന്നായിരിക്കും എന്നോട് ആദ്യം ചോദിക്കുക. വരാത്തവരോട് ഭീകരമായ കലിപ്പുണ്ടാവും അവിടെ ചെല്ലുമ്പോൾ.
പക്ഷെ അവരോട് പറയാൻ ഒത്തിരി കാര്യങ്ങളും മനസ്സിൽ നിറച്ചുകൊണ്ടാണ് ഞാൻ പോണത്. ഞാൻ വരുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. ഫോർട്ട് കൊച്ചിയിൽ കാഴ്ചക്കാരുമായിട്ട് വരുന്ന ആൾക്കാർ, സ്വദേശികൾ പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ ഏറ്റവും കൂടുതൽ കാണാൻ വരുന്നൊരു സ്ഥലമുണ്ട്. ഞാൻ താമസിക്കേണ്ടതിൻ്റെ തൊട്ടടുത്തുള്ള ബിഗ് ബി സിനിമയിലെ മേരി ടീച്ചറിൻ്റെ വീട്, സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, എൻ്റെ തൊട്ടടുത്താണ്. അതിൽ ഇത്രയും നാളായിട്ട് ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടായില്ല. ഇന്നലെയാണ് എൻ്റെ പിള്ളേർ നിർബന്ധിച്ച് ആ സിനിമ എന്നെ കാണിച്ചത്. അപ്പം അതിനകത്ത് മമ്മൂട്ടി പറഞ്ഞൊരു ഡയലോഗുണ്ട്, കൊച്ചി പഴയ കൊച്ചിയാണ്. ഞാൻ അവിടെ ചെന്ന് പറയാൻ പോണത് അതാണ്, നമ്മുടെ തേക്കട പഴയ തേക്കടയൊന്നുമല്ല, ആളിപ്പോൾ പുലിയാണ്. എന്തൊക്കെ അവിടെ കാണിച്ചു കൂട്ടിയിരിക്കണേ. ജന്മത്ത് സെമിനാരിയിലെ ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ മനോഹരമായ ഗാർഡൻ, സുന്ദരമായ ചുറ്റുപാടുകൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. സെമിനാരി പഠിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഉറക്കം തൂങ്ങി അങ്ങനെ നടക്കും. പക്ഷെ ഉള്ളിൽ ഭീകരമായ അഗ്നിപർവ്വതം സൂക്ഷിക്കുന്ന ഒരു പുരോഹിതനാണ്. കർത്താവിൻ്റെ അഗ്നി കൊണ്ട് തീ പിടിച്ചു പോയൊരാത്മാവാണെന്ന് പണ്ടേ അറിയായിരുന്നു. സഭാത്മകമായ കാര്യങ്ങളിൽ ഞങ്ങളുടെ സെമിനാരിയിൽ പഠിച്ച എല്ലാ കൂട്ടുകാരുടെയും അധ്യാപകനാണ്. ഞങ്ങളൊക്കെ പഠിച്ചതിനേക്കാളും കൂടുതൽ, അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ജോർജ് അച്ഛൻ സഭയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലൊന്നും ഇത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ജോർജ് അച്ഛൻ്റെ കേസ് ഇട്ട് അങ്ങനെയല്ല, ഒത്തിരി സഭയെക്കുറിച്ച് പഠിച്ചു. എന്തെങ്കിലും അക്കാര്യത്തിലൊക്കെയുള്ള റഫറൻസ് ബുക്ക് ഞങ്ങളുടെ ബാച്ചിൽ തേക്കടയിലച്ഛനാണ്. ഇപ്പോഴും ബാച്ച് ഗാദറിങ്ങിൽ എന്തെങ്കിലുമൊക്കെ സഭാത്മകമായ സംശയങ്ങൾ വന്നാൽ ഡോക്ടർ തേക്കടയെ വിളിക്കൂ എന്നാണ് ബാച്ചുകാർ പറയാറ്. എന്തായിരുന്നാലും ഇവിടെ വന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ പിതാവ് ഈ എക്യുമെനിക്കൽ കൺവെൻഷൻ്റെ സന്തോഷം പങ്കുവെച്ചതുപോലെ ഈ ലോകത്തെ അത്രമാത്രം സുന്ദരമാക്കിയ എൻ്റെ സതീർത്ഥ്യനെ കുറിച്ചുള്ള അഭിമാനം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുക. അച്ഛനോട് പറയായിരുന്നു, ഒത്തിരി പേരുടെ സഹായമാണ്. ഒത്തിരി പേരുടെ വീടുകളിൽ നിന്ന് മരങ്ങൾ മുഴുവനും മുറിച്ച മരത്തിന് പകരം പുതിയ തൈകൾ നട്ടു. അയൽപ്പക്കത്തുള്ള ഒരു പാവപ്പെട്ടവൻ അച്ഛന് കിടപ്പാടമൊരുക്കാനുള്ള ഇടം തന്നു. അനേകം മക്കൾ സാമ്പത്തികമായും മറ്റു പലതരത്തിലും അത്യധ്വാനം ചെയ്തു. മണി തന്നതാരാ, രൂപം തന്നതാരാ, കൊടിമരം തന്നതാരാ, ഇതൊക്കെ അച്ഛനിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ഈ കടമൊക്കെ നിങ്ങളെങ്ങനെ വീട്ടും എന്നാണ് ഇപ്പം എൻ്റെ ചിന്ത. കർത്താവിൻ്റെ ആലയം തീർക്കാൻ സഹായിച്ചവരോട് എങ്ങനെ നമ്മൾ നന്ദി പറയും? പ്രിയപ്പെട്ടവരെ, ഒരു ദേവാലയ നിർമ്മാണം, ഞാൻ ഈ ചുറ്റുപാട് ഇതായതുകൊണ്ടാണ് ഈ ട്രാക്കിൽ വണ്ടി ഓടിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും പറയാൻ വന്നതല്ല. ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ സന്തോഷം ഞാൻ പറയണം. ഒരു ദേവാലയം നിർമ്മിക്കുക എന്ന് പറയണത് അതൊരു വലിയ നിയോഗമാണ്. തോമസ് അച്ഛനുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു. അതൊരു വലിയ നിയോഗമാണ്. ദാവീദ് വല്ലാണ്ട് മോഹിച്ച് തമ്പുരാൻ പറഞ്ഞു, നീ ആയിട്ട് വേണ്ടട്ട, നിൻ്റെ മോനായിട്ട് പണിതുള്ളും. അതൊരു വലിയ ചരിത്ര നിയോഗമാണ്. അതിലേക്ക് കല്ലുകൾ പറക്കി പെറുക്കി വയ്ക്കുന്നവരൊക്കെ സുന്ദരമായ ദൈവിക പദ്ധതിയുടെ ഭാഗമാവുകയാണ്. അസിസിയിലെ ഫ്രാൻസിസിനോടാണ് ദൈവം സ്വപ്നത്തിൽ പറഞ്ഞത്, സെൻറ്റ് ദാമിയൻ്റെ പള്ളി നീ പുതുക്കി പണിയണം. എന്നിട്ട് ദൈവം ഫ്രാൻസിസിനോട് പറഞ്ഞു, ആര് എന്ത് തന്നാലും വാങ്ങണം, ഏത് ഷേപ്പിലുള്ള കല്ലാണെന്ന് നീ നോക്കണ്ട, എല്ലാ കല്ലും എവിടെയെങ്കിലുമൊക്കെ കൊള്ളും. കല്ലിൻ്റെ വലിപ്പ ചെറുപ്പത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട, ആര് എന്ത് തന്നാലും കൈനീട്ടി വാങ്ങണം. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, തരുന്നതിൻ്റെ പുറകിൽ ഹൃദയമുണ്ടോ എന്ന് മാത്രം. തരുന്നതിൻ്റെ പുറകിൽ ഹൃദയമുണ്ടെങ്കിൽ എന്ത് തന്നാലും നീ വാങ്ങണം. നീ എൻ്റെ തകർന്നു കിടക്കുന്ന ദേവാലയം പുതുക്കി പണിയണം. ഫ്രാൻസിസിന് ദൈവം കൊടുത്ത ഗംഭീരമായ ഒരു നിയോഗമാണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ,
പള്ളിപണിക്ക് സംഭാവന കൊടുത്ത് ഈ നാൾ വരെ ഒരാളും ദരിദ്രരായിട്ടില്ല. ഞാനൊരു പള്ളി പണിത ആളാണ്, അതാണ് ഇത്ര ധൈര്യമായിട്ട് പറയണത്. കിഡ്നി ഒഴിച്ച് ബാക്കിയൊക്കെ ഞാൻ വിറ്റ്. അന്നൊരു നല്ല കാറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയ വഴി പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഉലകം മുഴുവനും തെണ്ടി. അന്ന് ഒരു സ്ഥലത്ത് പ്രസംഗം പറയാൻ ചെന്നപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിതാവൊക്കെ എന്ത് നല്ല തിരുമേനിയൊക്കെ എന്ത് നല്ല കാര്യങ്ങളാണ് പറഞ്ഞേ, അച്ഛനും പറഞ്ഞു നല്ല കാര്യങ്ങൾ. ഒരു സ്ഥലത്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെയാണ്: ദിസ് ഈസ് ഫാദർ ജേക്കബ് മഞ്ഞളി, മാനേജർ ഓഫ് ആൻ IT കമ്പനി, അറൗണ്ട് 2000 പീപ്പിൾ ആർ വർക്കിംഗ് അണ്ടർ ഹിം. ഞാനിങ്ങനെ കണ്ണും തുറപ്പിച്ചിരുന്നു. ഇയാൾ എന്താ പറയണമെന്ന് പോലും എനിക്ക് മനസ്സിലാവണില്ല. ബഹ്റൈനാണ് സ്ഥലം. 2ാം ചെന്നേക്കാണ്, പള്ളിപണിക്ക് കൈ നീട്ടാൻ ചെന്നേക്കാണ്. അപ്പോൾ അയാൾ എന്നെ വിളിച്ചിരുത്തി ഒരു ക്രിസ്മസിൻ്റെ ആഘോഷവേളയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഫാദർ ജേക്കബ് മഞ്ഞളി, കമ്മിങ് ഫ്രം കേരള, മാനേജർ ഓഫ് ആൻ IT കമ്പനി, അറൗണ്ട് 2000 പീപ്പിൾ ആർ വർക്കിംഗ് അണ്ടർ ഹിം. എന്നിട്ട് അയാൾ പറഞ്ഞു, IT ഐ മീൻ ഇൻ്റർനാഷണൽ തെണ്ടി. തകർന്നു പോയി. IT ഐ മീൻ ഇൻ്റർനാഷണൽ തെണ്ടി. അച്ഛൻ ഇങ്ങനെ തെണ്ടി നടക്കാന്ന് പറഞ്ഞു അയാൾ. എനിക്കൊരു സങ്കോചം തോന്നിയില്ല കേട്ടോ. നിങ്ങൾ ചിരിച്ച പോലെ തന്നെ ഞാനും ചിരിച്ച്. കാരണം കർത്താവിൻ്റെ തെണ്ടിയാവുക എന്ന് പറഞ്ഞാൽ വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ്. ഞങ്ങൾ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ്. കർത്താവിന് വേണ്ടി തെണ്ടിപ്പറക്കി നടക്കുക എന്ന് പറഞ്ഞാൽ. അച്ഛൻ പറഞ്ഞില്ലേ, ഞങ്ങളിങ്ങനെ സ്ഥലം മാറിപ്പോവും, പുതിയ പുതിയ അച്ഛന്മാർ വരും. വി ആർ മിയർ എന്താ പറയുക, ഞങ്ങളിങ്ങനെ ബഗേഴ്സാണ്, ഇങ്ങനെ നടക്കുകയല്ലേ, കൈ നീട്ടി. അപ്പോൾ അയാൾ എന്നെ ഇങ്ങനെ കളിയാക്കിയതല്ല, പുള്ളി എന്നെ ശരിക്കും പറഞ്ഞാൽ ബൂസ്റ്റ് ചെയ്തതാണ്. എനിക്ക് വലിയ സന്തോഷമായി. എന്തായാലും എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞൊരു തെണ്ടിയാണെന്ന് എന്നെ അംഗീകരിച്ചതിൽ എനിക്ക് 100 കൂട്ടം സന്തോഷമുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് തെണ്ടി ആയതുകൊണ്ട് തരുന്നത് അതിനനുസരിച്ചുള്ളതാവണം. അങ്ങനെ എനിക്കൊരു 10 ലക്ഷം രൂപ 10 മിനിറ്റ് കൊണ്ട് കിട്ടി. ഞാൻ വളരെ സന്തോഷവാനായി അവിടെ നിന്ന് തിരിച്ചു പോന്നു. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിങ്ങനെ കർത്താവിന് വേണ്ടി കൊടുത്തതിൻ്റെ പേരിൽ നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം വരില്ല എന്ന് മാത്രമല്ല, അതിൽ അഭിമാനിക്കാനും അഹങ്കരിക്കാനും നമുക്കൊന്നുമില്ല. ദേവാലയ നിർമ്മാണം അങ്ങനെയാണ്. ഞാനൊരു പള്ളി പണിത് അവിടെ നിന്ന് സ്ഥലം മാറി പോരാൻ നേരത്ത് ഞാൻ പറഞ്ഞു, പള്ളിപണിക്ക് സഹായം ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാരബ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം, ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് തരും, ഇഷ്ടമുള്ളത് എഴുതിയെടുക്കാം, നോ പ്രോബ്ലം. ഒരു ദേവാലയം പണിയണ സമയത്ത് ഭൗതികമായും ആത്മീയമായും ആ സമൂഹത്തെ ദൈവം ഒത്തിരി 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 വളർത്തും. അതാണ് ദേവാലയ നിർമ്മാണത്തിൻ്റെ പ്രത്യേകത. ദേവാലയ നിർമ്മാണത്തിൻ്റെ പ്രത്യേകത, കർത്താവ് നമ്മളെ ഒത്തിരി വളർത്തും. സ്പിരിച്വലി ആൻഡ് ഫിസിക്കലി, ഭൗതികമായിട്ട് ഒത്തിരി കൃപകൾ നമുക്ക് കിട്ടും. നമുക്ക് ഒത്തിരി ആത്മീയ നന്മകൾ ഉണ്ടാകും. നമ്മുടെ ആത്മീയ ജീവിതമൊക്കെ വല്ലാണ്ട് പുഷ്ടിപ്പെടും. അത് മനസ്സിൽ നനച്ചുകൊണ്ട് വേണം ഈ ദേവാലയത്തിൽ നിങ്ങൾ വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ. അച്ഛൻ പറഞ്ഞതാണ്, തമ്പുരാന് കൊടുത്തതിൻ്റെ പേരിൽ ആരും ദരിദ്രരായിട്ടില്ല. ഞാൻ എൻ്റെ മക്കളോട് പറയും, ഈ ഞായറാഴ്ച പിരിവൊക്കെ ഇടുമ്പോൾ ചിലരിങ്ങനെ വല്ലാണ്ട് തിരുമ്മിക്കൊണ്ടിരിക്കണത് കാണാൻ. ഞാൻ പറയും, എൻ്റെ ഒരു തമാശയ്ക്ക് പറയണത് അവരോട്, എൻ്റെ മുറിയിലൊരു ദിവസം ഒരാൾ വന്ന്, നിങ്ങൾക്കും ചിന്തിക്കാൻ വകയുള്ളത് കൊണ്ട് അച്ഛൻ പങ്കുവയ്ക്കണത്. ഒരു ദിവസം മുറിയിൽ ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നു. തരക്കേടില്ലാത്തൊരു മനുഷ്യൻ, നല്ല സ്റ്റാൻഡേർഡുള്ളൊരു മനുഷ്യൻ. അയാൾ എൻ്റെ മുറിയിൽ വന്ന് കുറച്ച് നേരമൊക്കെ എന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അയാളുടെ ശ്രദ്ധ എൻ്റെ മേശപ്പുറത്തിരിക്കണ